ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും മല്ലി ടൂൺസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന എക്സ്പെരിമെൻറ്റ് നമുക്കെല്ലാവർക്കും അറിയാം, മെഴുകുതിരി അത്രയും പ്രശ്നമുള്ള ആളല്ല. അതായത് മെഴുകുതിരി നമുക്ക് അങ്ങനെ ഒരു എക്സ്പ്ലോസീവ് അല്ല, അങ്ങനത്തെ ഒരു സംഭവം അല്ല എന്നല്ല നമുക്ക് വിചാരം. പക്ഷേ ഞാനൊരു എക്സ്പെരിമെൻറ്റ് കണ്ടു, കാണലൊന്നുമല്ല, ഞാൻ ചെറുപ്പത്തിലെ വളരെ ഇഷ്ടം പോലെ വട്ടം ഞാൻ ചെയ്ത് നോക്കിയിട്ടുള്ള എക്സ്പെരിമെൻറ്റ് തന്നെയാണ്. അപ്പോൾ ആ ഒരു എക്സ്പെരിമെൻറ്റാണ് നിങ്ങൾക്ക് ഇന്ന് മുമ്പിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇതിനധികം സെറ്റപ്പുകളൊന്നും വേണ്ട, 2 ഇഷ്ടിക, ഒരു ടിന്ന്, കുറച്ച് മെഴുകുതിരികൾ. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് വേണ്ടത് നമുക്ക് ആ എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാൻ. അപ്പോൾ നമുക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കേണ്ട ആ ഒരു പ്രക്രിയയിലേക്ക് കടക്കാം. പോകാം നമുക്ക്. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് കുറച്ച് മെഴുകുതിരിയാണ്. നമ്മളതേ മെഴുകുതിരി കുറച്ചുകൂടെ ഒപ്പിച്ചിട്ടുണ്ട്, ഇഷ്ടം പോലെ നമ്മുടെ മെഴുകുതിരി. പിന്നെ നമുക്ക് വേണ്ടത് തൽക്കാലം മെഴുകുതിരിയിലോട്ടിരിക്കട്ടെ, ഇതുപോലത്തെ ഒരു പെപ്സി ക്യാനാണ്. ഓക്കെ, അപ്പോൾ ഈ ക്യാൻ നമുക്ക് ആദ്യം ഇങ്ങനെ പകുതിക്ക് വെച്ച് കട്ട് ചെയ്യണം. പിന്നെ ഇവിടെ നമുക്ക് തീ കത്തിക്കാൻ വേണ്ടി ഒരു ലൈറ്ററും. ഓക്കെ, അപ്പോൾ നമ്മൾ പെപ്സിയിൽ ഈ ഒരു ലെവൽ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യാണ്. ജസ്റ്റ് നമുക്കൊരു ചെറിയൊരു ഡ്രം പോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു എക്സ്പെരിമെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് അത്രയ്ക്കും ക്ലാസ് ആയിട്ടുള്ള സെറ്റപ്പുകളൊന്നും വേണ്ട. ഇനി നമുക്ക് വേണ്ടത് 2 ഇഷ്ടികയുടെ മുകളിലാണ് നമുക്കിത് വെക്കേണ്ടത്. എന്നിട്ട് കുറച്ച് പരിപാടികളുണ്ട്, അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം ഞാൻ ഇഷ്ടിക വെച്ചിട്ട് ബാക്കിയുള്ള പരിപാടി കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ 2 ഇഷ്ടിക ഒപ്പിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിങ്ങനെ ഈ ഇഷ്ടിക ചേർത്ത് വെച്ചിട്ട് ഈ പെപ്സിയുടെ ക്യാൻ ഇങ്ങനെ വെക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. ഓക്കെ, അപ്പോൾ അതിൻ്റെ അടിയിൽ മെഴുകുതിരി വരണം. മെഴുകുതിരി അതിൻ്റെ അടിയിൽ വന്നിട്ട് അത് നമുക്ക് ചൂടാക്കണം. ഓക്കെ, അപ്പോൾ ഞാനൊരു 4 മെഴുകുതിരി ഇവിടെ എടുക്കുന്നുണ്ട്. 4 മെഴുകുതിരി എടുത്തിട്ട് അതിൻ്റെ ഒരു ഹൈറ്റ് എത്ര വേണമെന്നുണ്ടെങ്കിൽ അത് മാർക്ക് ചെയ്തതിന് ശേഷം മുറിക്കുകയാണ്. ഓക്കെ, നമ്മുടെ ഇത് വെച്ചിട്ട് ഇഷ്ടിക നമ്മൾ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് നമ്മളൊന്ന് ഇറങ്ങാൻ വേണ്ടി കാത്തിക്കാണ്, കാരണം നമുക്കിങ്ങനെ മൂടി വെക്കേണ്ടതാണ്. അപ്പോൾ ഓക്കെ, സെറ്റാണ്. അപ്പോൾ ഞാനിങ്ങനെ നമ്മുടെ കൊക്കോകോളയുടെ ടിൻ ഇങ്ങനെ വെച്ച് കൊടുത്തു. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കറക്റ്റ് ഇങ്ങനെ വെച്ച് കൊടുത്തു. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം, നമുക്ക് മെഴുകുതിരികളുടെ കുറച്ച് പീസുകൾ അതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കും. അപ്പോൾ അത് സംഭവിക്കാണ്ട് സൂക്ഷിച്ച് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ച് പീസുകളാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു ഫ്ലേവറിൻ്റെ മണം വരുന്നുണ്ട് മെഴുകുതിരിയുടെ. അപ്പോൾ നമ്മൾ ഏകദേശമൊക്കെ കറക്റ്റായിട്ടാണ് വരുന്നതെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ പല പ്രശ്നങ്ങളും ചെയ്യുമ്പോൾ സംഭവിച്ചേക്കാം. അപ്പോൾ നിങ്ങളങ്ങനെ തളരരുത്. നന്നായിട്ട് നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക, ഒട്ടും കുറവ് വരരുത്. അപ്പോൾ നമ്മുടെ എക്സ്പെരിമെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ വെയിറ്റ് ചെയ്യണം. ഈ ഇട്ട മെഴുകൊക്കെ ഉരുകി നല്ല ലിക്വിഡ് ഫോമായി തിളച്ച് ഈ തീ അതിൻ്റെ ഉള്ളിലേക്ക് കത്തി തുടങ്ങും. അപ്പോൾ നമുക്ക് ഇപ്പോൾ കാണാം, അതിൻ്റെ അടിഭാഗത്ത് മാത്രമേ ഇപ്പോൾ കത്തുന്നുള്ളൂ. ഇനി തീ ഉള്ളിലേക്ക് പിടിക്കും. ആ ഉള്ളിലേക്ക് പിടിക്കുന്ന ആ ഒരു ടൈമാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. നമുക്ക് അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ആ ഒരു മെഴുകിൻ്റെ കളറൊക്കെ മാറി തുടങ്ങി. അപ്പോൾ ആ ടെക്സ്ചറൊക്കെ ആകെ മാറി തുടങ്ങി. നമ്മുടെ തീയൊക്കെ നന്നായി മുകളിലേക്ക് കയറി വന്ന് തുടങ്ങി. അപ്പോൾ ഈ ഒരു ടൈമൊക്കെ ആവേണ്ടതായിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഉള്ളിലേക്ക് തീ കയറി പിടിക്കുന്ന ഒരു ടൈം എത്തണം. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഓക്കെ, ഇത് ആകെ ഇതായിടാൻ മെഴുകി. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണാം തീ അതിൻ്റെ ഉള്ളിലേക്ക് കയറി പിടിച്ചിട്ടുണ്ട്. ഇതാണ് ടൈം. ഈ ടൈമിലാണ് നമ്മുടെ വെള്ളം കുറച്ചായിട്ട് ഒരു തുള്ളി ഒഴിച്ചാൽ മതി. 1 2 തുള്ളി ഒഴിക്കാന്ന് വേണ്ട. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, ശ്രദ്ധിച്ച് കണ്ടോ. ഓക്കെ, തീ കെട്ടിട്ട്
ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പൂജയൊക്കെ കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ശ്രദ്ധിച്ചാൽ കാണാം, ഇതിൻ്റെ മെഴുകൊക്കെ തീർന്നു. അതായത് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ആ മെഴുകാണ് തീയായിട്ട് തെറിച്ച് പോണത് എയറിലേക്ക്. അപ്പോൾ ഇതിലുള്ള മെഴുകൊക്കെ കഴിഞ്ഞു. ഈ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആയി. ഇനി നമുക്കിത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ആദ്യം തൊട്ട് തന്നെ തുടങ്ങണം. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ എക്സ്പെരിമെൻറ്റ്. അപ്പോൾ മെഴുകൊക്കെ ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായില്ലേ? ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ എക്സ്പെരിമെൻറ്റ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പോൾ സംഗതി മെഴുകുതിരിയാന്ന് വെച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് തള്ളിക്കളയണ്ട. ആൾ പൊട്ടിത്തെറിക്കണ ചീറ്റൽ കണ്ടില്ലേ? അപ്പോൾ സൂക്ഷിച്ചും കണ്ടും ചെയ്യുക. മാതാപിതാക്കൾ കൂടെയുള്ളപ്പോൾ മാത്രം ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക. ഒരിക്കലും ആരും അറിയാതെ കൂട്ടുകാരായിട്ട് മാത്രം, കുസൃതി പിള്ളേർ മാത്രമായിട്ട് ചെയ്യരുത്. ഒരിക്കലും ഭയങ്കര പ്രശ്നമാണ്. അത് മേത്തേക്ക് ആളിയ ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ ശ്രദ്ധിച്ചും നോക്കിയും കണ്ടൊക്കെ ചെയ്യുക. നല്ലൊരു എക്സ്പെരിമെൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്, അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയതും. അപ്പോൾ നമുക്ക് കിടിലൊരു എക്സ്പെരിമെൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വീഡിയോ ആയിട്ട് അടുത്ത വട്ടം കാണാം. അതുവരെയ്ക്കും ബൈ.